ലോകം ഉറ്റുനോക്കിയ കർഷക സമരത്തിന്റെ പ്രഭവ കേന്ദ്രമായ പഞ്ചാബിലെ ജനവിധി ഇത്തവണ നിർണായകമാണ്. കേന്ദ്രവിരുദ്ധ വികാരം അലയടിക്കുന്ന സംസ്ഥാനത്ത് ഈ തെരഞ്ഞെടുപ്പ് കാലം ഓപ്പറേഷൻ താമരയ്ക്ക് കൂടി വേദിയാവുകയാണ്. ഇന്ത്യ സഖ്യം ഇല്ലാത്ത സംസ്ഥാനമായ പഞ്ചാബിൽ കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി, ശിരോമണി അകാലിദൾ, NDA എന്നിവ തമ്മിലുള്ള ഒരു ചതുഷ്കോണ മത്സരമാണ് നടക്കുന്നത്. പഞ്ചാബ് ഹരിത വിപ്ലവത്തിന്റെ നാട് ഇക്കുറി ചൂടേറിയ രാഷ്ട്രീയ പോരാട്ടത്തിനാണ് വേദിയാകുന്നത്. കർഷക സമരത്തിന്റെ വിളനിലമായ പഞ്ചാബിൽ രാഷ്ട്രീയ വിധി നിർണയിക്കുക ഇത്തവണയും കർഷക വോട്ടുകൾ തന്നെയാകും. ഇത്തവണ പതിവിലും വ്യത്യസ്തമാണ് പഞ്ചാബിലെ തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങൾ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് വന്ന അധിനിവേശ ശക്തികളെ എന്നും ആദ്യം എതിരിട്ടവരാണ് പഞ്ചാബി ജനത. ആയുധം അവരുടെ വസ്ത്രത്തിന്റെ ഭാഗമായ ആചാരം തന്നെ അതിനുള്ള സാക്ഷ്യം. സംസ്ഥാനം വിഭജിക്കപ്പെട്ടപ്പോഴുണ്ടായ വിഭവ പ്രതിസന്ധിയെ ഹരിത വിപ്ലവത്തിലൂടെ മറികടന്നു പഞ്ചനദികളുടെ നാട്. കർഷകരാണ് കരുത്ത്. കോൺഗ്രസിന്റെ സർവാധിപത്യത്തിൽ നിന്നാണ് ജനതാ അകാലി രാഷ്ട്രീയത്തിലേക്ക് പഞ്ചാബ് വഴിമാറിയത്. അടിയന്തരാവസ്ഥയോടും ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിനോടും രാഷ്ട്രീയമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട് പഞ്ചാബ്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 1977 പഞ്ചാബിൽ നിന്ന് കോൺഗ്രസ് ചിഹ്നത്തിൽ ഒരാൾ പോലും ലോക്സഭ കണ്ടില്ല. സുവർണക്ഷേത്രത്തിൽ നടന്ന ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനു ശേഷം സംസ്ഥാനത്ത് ശിരോമണി അകാലിദൾ രാഷ്ട്രീയത്തിന് വേരോട്ടമുണ്ടായി. 1989 നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 2 സീറ്റിലേക്ക് ചുരുങ്ങി. ശിരോമണി അകാലിദളുമായി സഖ്യമുണ്ടാക്കി BJP പഞ്ചാബ് രാഷ്ട്രീയത്തിലേക്ക് കടന്നുകയറിയെങ്കിലും 1999-ലും 2009-ലും 2019-ലും കോൺഗ്രസ് സംസ്ഥാനത്തെ വേരുറപ്പ് തെളിയിച്ചു. 2019 കേരളം കഴിഞ്ഞാൽ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നൽകിയ സംസ്ഥാനം പഞ്ചാബാണ്. 8 പേരാണ് ജയിച്ചത്. കാർഷിക നിയമങ്ങൾക്കെതിരെ രാജ്യത്തെ കർഷകർ പടക്കിറങ്ങിയപ്പോൾ മുന്നിൽ നിന്ന് നയിച്ചത് പഞ്ചാബിൽ നിന്നുള്ള കർഷകരാണ്. ഡൽഹി അതിർത്തികളിൽ നടന്ന സമരത്തിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബ് ആം ആദ്മി പാർട്ടി പിടിച്ചെടുത്തു. രണ്ടാം കർഷക പ്രക്ഷോഭത്തിന് ശേഷം ഈ തിരഞ്ഞെടുപ്പിൽ പഞ്ചാബിലെ പോരാട്ടം ചരിത്രത്തിൽ ഏറ്റവും സങ്കീർണമാണ്. കർഷകരോഷത്തിൽ നിന്ന് രക്ഷ നേടാനായി ശിരോമണി അകാലിദൾ പതിറ്റാണ്ടുകൾ പിന്നിട്ട BJP സഖ്യം അവസാനിപ്പിച്ചു. NDAയിലേക്ക് തിരിച്ചെത്തുമ്പോഴേക്കുമാണ് രണ്ടാം കർഷക പ്രക്ഷോഭം. അതോടെ ഈ ജനവിധിയെ ഒറ്റയ്ക്ക് നേരിടാനാണ് അകാലിദളിന്റെ തീരുമാനം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തരിപ്പണമാക്കിയ ആം ആദ്മികളുമായി കൈകോർക്കാൻ പഞ്ചാബ് കോൺഗ്രസ് തയ്യാറല്ല. നിയമസഭയിലേതുപോലെ ഒറ്റയ്ക്ക് തൂത്തുവാരാം എന്ന ആത്മവിശ്വാസമുള്ളതിനാൽ ആം ആദ്മി പാർട്ടിയും സഖ്യത്തിന് തയ്യാറല്ല. അതിനാൽ പഞ്ചാബിൽ ഇത്തവണ ഇന്ത്യ സഖ്യമില്ല. 38% വരുന്ന പഞ്ചാബി ഹിന്ദു വോട്ടുകളിലാണ് BJPയുടെ പ്രതീക്ഷ. കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് അടക്കമുള്ള നേതാക്കളിലൂടെ ജാട്ട് സിഖ് വോട്ടുകളിൽ ഒരു വിഭാഗത്തെ ഒപ്പം നിർത്താമെന്നാണ് കണക്കുകൂട്ടൽ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ഓപ്പറേഷൻ താമര ഏറ്റവും സജീവമായ സംസ്ഥാനമാണ് പഞ്ചാബ്. ആം ആദ്മിയുടെ ജലന്ധർ MP സുശീൽ കുമാർ റിങ്കു, ജലന്ധർ വെസ്റ്റ് MLA ശീതൾ അങ്കുറലു, കോൺഗ്രസ് MPമാരായ പ്രണീത് കൗർ, രവനീത് സിംഗ് ബിട്ടു തുടങ്ങിയ പ്രമുഖരടക്കം ഇതിനകം BJP പാളയത്തിൽ എത്തിക്കഴിഞ്ഞു. ആ ഒഴുക്ക് തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് അവസരമാക്കി കർഷക സംഘടനകൾ സംസ്ഥാനത്ത് BJPക്കെതിരെ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. കേന്ദ്രവിരുദ്ധ വോട്ടുകളിൽ കണ്ണുനട്ടിരിക്കുകയാണ് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും. എന്നാൽ ചതുഷ്കോണ പോരാട്ടത്തിൽ വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോകുമ്പോൾ മുതലെടുക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് BJP. ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി.